സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ് പരാതി. തിരുവനന്തപുരം കാട്ടാക്കട മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 2.5 വയസ്സുകാരി മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നാണ് എന്ന് കുടുംബം ആരോപിക്കുന്നു. ശ്വാസതടസ്സം നേരിട്ട് ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്തതിന് പിന്നാലെ മരിച്ചുപോയി എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആദ്യം നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം. കയ്യില് ആദ്യം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ബ്ലഡ് എടുത്ത് രണ്ടാമത് ഒരു ഇഞ്ചക്ഷൻ വെച്ച ഉടനെ തന്നെ മോളെ ചിറി അങ്ങ് കോണിപ്പോവുകയും ശ്വാസം ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് വലിക്കുകയും ചെയ്തു. അതിനുശേഷം മോള് മയങ്ങി ബെഡിൽ വീണ്, ബെഡിൽ വിട്ടെടുത്ത് കിടത്തി. പിന്നെ അവിടെ നിന്ന് 2-3 ഡോക്ടർമാര് CPR നോക്കി, ECG ചെയ്ത് നോക്കി. എന്നിട്ടും രക്ഷയില്ല. ഒരു 30-40 മിനിറ്റോളം അങ്ങനെ ഡിലേ ആക്കി. അതിനുശേഷം നമ്മളടുത്ത് പറയാതെ അവര് വേറെ ആംബുലൻസിൽ എടുത്ത്, അവിടെ ഉള്ള ആംബുലൻസിൽ എടുത്ത് കയറ്റി. അരുൺ ഭാര്യയാണ് ഡോക്ടറും പിന്നെ ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത വേറെ ഡോക്ടറും ഒരു നേഴ്സും കൂടെ ആംബുലൻസിൽ കയറി. ഞങ്ങളെ കൊണ്ടുപോയില്ല. ഞങ്ങൾ ആദ്യം കയറി ഞങ്ങളെ ഇറക്കി വിട്ടു. അവിടെ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ആദ്യമേ കൊച്ചിനെ മരണപ്പെട്ടാണ് കൊണ്ടുവന്നത്. ഇടയ്ക്ക് ഒരു 10 വരെയുള്ളൊരു മരുന്ന് എന്റെ ഒരു കണക്ക് പറഞ്ഞായിരുന്നു. അതിൽ രണ്ടാമത്തെ കൊടുത്തപ്പോൾ തന്നെ അവർക്ക് ഒരു 10 മിനിറ്റോളം മിടിപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 8 കൂടെ അവർ കൊടുത്തു. ഗുരുതരമായ ആരോപണമാണ് കാട്ടാക്കട മമൽ ആശുപത്രിക്കെതിരെ കുടുംബം ഉന്നയിക്കുന്നത്. അതിൽ 2.5 വയസ്സുകാരിയായിട്ടുള്ള ഐഷ ഫാത്തിമയാണ് ഇന്നലെ രാത്രി മരിക്കുന്നത്. അതിൽ പ്രധാനമായും കുടുംബം പറയുന്നത്, കുടുംബത്തിന്റെ ആരോപണം കുഞ്ഞ് 2 ഇഞ്ചക്ഷൻ വെച്ചതിനെ തുടർന്ന് ബോധരഹിതയായി എന്നുള്ളതാണ്. പനിയെ തുടർന്നാണ് ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇഞ്ചക്ഷൻ വയ്ക്കുന്നു. പിന്നീട് ബോധരഹിതയായി നെയ്യാർ മെഡിസിറ്റിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അതിൽ കുടുംബത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത്, ഈ 18-ാം തീയതി തന്നെ ഈ കുഞ്ഞിന് അസുഖങ്ങളുണ്ട്. ഈ കണ്ണിനുമായി ബന്ധപ്പെട്ട ഇൻഫെക്ഷനും അതുപോലെ തന്നെ പനിയും ഒക്കെയുണ്ട്. പക്ഷെ അതൊരു മരണകാരണമായേക്കാവുന്ന രോഗമല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിയിപ്പ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിരുന്നു കുഞ്ഞിന്റെ മരണം എന്നുള്ളതാണ്. ഈ പനിയെ തുടർന്ന് തന്നെയാണ് ഇന്നലെ രാവിലെയും മമൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് 2 ഇഞ്ചക്ഷൻ വയ്ക്കുന്നത്. അതിനുശേഷം കുഞ്ഞ് ബോധരഹിതയായി. അതിന് മിനിറ്റുകൾക്ക് മുന്നേ പോലും കുഞ്ഞ് മിഠായി കഴിച്ചിരുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് അച്ഛനോട് സംസാരിച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കുടുംബം പറയുകയും ചെയ്യുന്നത്. എന്നാൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം എന്ന് പറയുന്നത്, ഈ കുത്തിവെച്ച 2 ഇഞ്ചക്ഷനും അതൊരു മരണകാരണമല്ല എന്നുള്ളതാണ്. അതിൽ ഈ 2 ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് നെബുലൈസേഷൻ അതുപോലെ തന്നെ അഡ്രിനാലിൻ കുത്തിവെപ്പുകളുമാണ് നടത്തിയത്. അതൊരിക്കലും മരണകാരണമാവില്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. അതുപോലെ തന്നെ കുഞ്ഞ് വരുമ്പോൾ തന്നെ അവശയായിരുന്നു. അതുപോലെ തന്നെ ആരോഗ്യനില നല്ല വഷളായിരുന്നു ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന സമയം എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ കുടുംബത്തിന്റെ ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത്, ഇഞ്ചക്ഷൻ വെച്ചതിന് തുടർന്ന് കുഞ്ഞു മരിച്ചു, അതിൽ ഒരു സംശയമുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെയ്യാർ മെഡിസിറ്റിയിലേക്ക് എത്തിക്കാനും അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റാനും സമയമെടുത്തു. 40 മിനിറ്റോളം വൈകിയാണ് നെയ്യാർ മെഡിസിറ്റിയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം. കൂടാതെ ഈ ആംബുലൻസിൽ കയറ്റിയപ്പോൾ കുഞ്ഞിന്റെ കൂടെ ബന്ധുക്കളെ അയച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ പിതാവ് നമ്മളോട് പ്രതികരിക്കുന്നത്.